അപ്പോൾ ഇതൊന്നും തള്ളല്ല. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു എമൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇതൊരു തള്ളാണെന്ന് തോന്നുമ്പോൾ വേറൊരു ക്രിയേറ്ററുടെ ഒരു ഇതുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഏകദേശം 56 ലക്ഷമാണെന്ന് തോന്നുന്നു. ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണ്, നിങ്ങൾക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു എക്സ്പീരിയൻസ് ഞാനിതിൽ പറയുന്നുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ ഷോർട്സ് വഴി എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷോർട്സ് അതിന് മുന്നേ വാച്ച് ടൈം 4000 വാച്ച് ടൈമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് വഴി മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ആണ്. അതുപോലെ അതിൽ റവന്യൂ കിട്ടുന്നത് കുറവാണ്, അത് ലോങ് വീഡിയോയുമായി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് വഴി നല്ല രീതിയിൽ വരുമാനം നേടുന്നവർ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ന്യൂ യൂട്യൂബേഴ്സാണ്, നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെയുള്ള വീഡിയോസും അതിലുള്ള താഴെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്സ് ചെയ്തിട്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്, എനിക്ക് മാസം 10,000 കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് താഴെ മറ്റൊരു ക്രിയേറ്ററാണെന്ന് തോന്നുന്നു, ഇതൊക്കെ വെറും തള്ളാണ് എന്നുള്ള രീതിയിൽ തള്ള് എന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് തള്ളാണെന്ന് പറഞ്ഞതിന് നെഗറ്റീവായിട്ട് കാണുകയല്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ചെറിയ ക്രിയേറ്റേഴ്സിനൊന്നും മാസം 10,000 കിട്ടുമോ എന്നുള്ളൊരു സംശയം അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് താഴെ വീണ്ടും ആ കമൻ്റ് ഇട്ട ആൾ, എനിക്ക് 10,000 കിട്ടിയെന്ന് പറഞ്ഞ ആൾ വീണ്ടും എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ഈ ഒരു വൺ മാൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിയേറ്ററാണ്. ഒരു ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ, നിങ്ങളത് ആ ഒരു ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യം ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരനായിട്ട് പോലും അവർക്ക് പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആയി. അവർ ഫേസ്ബുക്കിലും ഓൾറെഡി വരുമാനം നേടുന്നുണ്ട്, യൂട്യൂബിലും നേടുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ ഈ അടുത്താണ് അവർ തുടങ്ങിയിട്ടുള്ളത്. ഈ അടുത്താണ് ഇപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്പ് ചെയ്യാൻ തന്നത്. അപ്പോൾ അവർക്ക് ആദ്യത്തെ പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലർക്കും ഒരു വിശ്വാസം വരുന്നില്ല. കാരണം ഇത്ര ചെറിയ ചാനലിനൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിച്ചു വെച്ചിട്ടുള്ളത് വലിയ വലിയ ക്രിയേറ്റേഴ്സിന് മാത്രമാണ് യൂട്യൂബിലൂടെ, അല്ലെങ്കിൽ വൻ സെറ്റപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ, നല്ല മൈക്ക്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവർ മാത്രമാണ് വിജയിച്ചു വരുന്നത്. സാധാരണക്കാർക്ക് ഇത് പറ്റില്ല എന്ന് പലരും അറിയാതെ, കാരണം അവർ പരിചയപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ പലരും ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ പലരും അത് തള്ളാണെന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബറാണ്, എൻ്റെ ലാപ്പിൽ അവരുടെ ചാനൽ ഓപ്പൺ ആണ്. അപ്പോൾ അതിനൊരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അവർക്ക് പേയ്മെൻറ്റ് കിട്ടിയ ഇത് അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കറിയാം അവർക്ക് വന്ന പേയ്മെൻ്റ് ആണ് ഇത്. ആഡ്സെൻസിൽ നിന്ന് അവർക്ക് ലഭിച്ച പേയ്മെൻറ്റ് $107. അപ്പം ഇപ്പോഴത്തെ ഒരു ഏകദേശം ഇത് വെച്ച് നോക്കുമ്പോൾ 10,000 രൂപയുടെ അടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് സത്യമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ചാനലിൽ കയറിയാൽ തന്നെ ഇപ്പോൾ ഈ ഒരു മാസം അവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു $68-70 അടുത്തായിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ 2 മാസം കൊണ്ട് ഇപ്പോൾ അവർ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം ഏകദേശം $195 അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു ചെറിയ ക്രിയേറ്റർ ആണ് എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അത് മാത്രമല്ല വലിയവർക്ക് മാത്രമേ ഇത് കിട്ടൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ 2 തരം ട്രാക്ക് ഉണ്ട്. അതായത് യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നവർ, യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെ വീഡിയോ ചെയ്യുന്നവർ, അങ്ങനെ 2 രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെ വീഡിയോ ചെയ്യുന്നവർ ഒരു പക്ഷേ പലരും പല മിസ്റ്റേക്കുകൾ ചെയ്യും. അതിൽ തന്നെ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അവരുടേതായ രീതിയിൽ വീഡിയോ ഇങ്ങനെ ഇട്ട് പോകും. അവർ മറ്റുള്ള കുറുക്കു വഴികളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ അതിനെക്കുറിച്ചൊന്നും അവർ ബോധേഡായിരിക്കില്ല. അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു അത്ഭുതം നമുക്ക് കാണാം. അവരുടെ ചാനൽ വളരെ ഈസി ആയിട്ട് മോണിറ്റൈസേഷനായി
അതിൽ നിന്ന് വരുമാനം നേടുന്നത്. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ചാനൽ. ഈ ഒരു ചാനലിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാകും ഏതൊരു ആൾക്കും ഏതൊരു സാധാരണക്കാരനും ഇത് കഴിയുമെന്നുള്ളതും. അങ്ങനെ അങ്ങനെ നേടിയിട്ടാണ് അവർ പറയുന്നത് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് പറ്റും. ഞാനിത് തള്ളു എന്ന് പറഞ്ഞപ്പോൾ അതൊരു മോശം കമൻ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഏതൊരു നമ്മൾ കാണുന്ന ഒരു സാധാരണ ക്രിയേറ്ററുടെ മനസ്സിലേക്ക് ആദ്യം തോന്നുന്നത് അത് തന്നെയാണ്, ഇതൊക്കെ തള്ളാണ് എന്നുള്ളതാണ്. പക്ഷെ ഞാനത് സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലും വലിയ വരുമാനം നേടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വരുമാനം എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മളത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇതിപ്പോൾ അവർ കൃഷി, അവർ പയറുണ്ടാക്കുന്ന, പിന്നെന്താണ് ഇളനീർ വെട്ടുന്ന, ഇങ്ങനത്തെ ചെറിയ ചെറിയ അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ അവർ വീഡിയോസ് ചെയ്യുന്ന, അവർക്ക് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ താമസം എവിടെയാണ്, അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടുള്ളൊരു വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൻ സെറ്റപ്പിൽ ചെയ്യണം എന്നൊന്നുമില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വരുമാനം നേടാൻ കഴിയും. അപ്പോൾ ഇതൊന്നും തള്ളല്ല. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു എമൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇതൊരു തള്ളാണെന്ന് തോന്നുമ്പോൾ, ഞാനിപ്പോൾ ഈ ഒരു ഇത് ചെക്ക് ചെയ്തപ്പോൾ തന്നെ വേറൊരു ക്രിയേറ്ററുടെ ഒരു ഇതുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഏകദേശം 56 ലക്ഷമാണെന്ന് തോന്നുന്നു. ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈഫ് ടൈം ഏണിങ്സ് എന്നുള്ളത് ഒരു ചാനലിലൂടെ 56 ലക്ഷം. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഏത് ചാനലാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അവർ സമ്മതിക്കും എന്നുള്ളത്. കാരണം അവരുടെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് വെളിവാക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വൺ മാൻ ആർമി എന്നുള്ള ചാനലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കുഴപ്പമില്ല, അവർ എനിക്ക് പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്വേഡൊക്കെ തന്നത് സ്ക്രീൻഷോട്ട് കാണിച്ചോളൂ, ന്യൂ യൂട്യൂബേഴ്സിന് ഒരു മോട്ടിവേഷൻ ആവുകയും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. ഈ 56 ലക്ഷം നേടിയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാം. 56 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുവരെ അവർ ഒരു ചാനലിൽ നിന്ന് മാത്രം നേടിയതാണ്. അവർക്ക് അതൊരു പ്രൈവസി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അത് ഏത് ചാനലാണ് എന്താണെന്നുള്ളത് പറയാത്തത്. നമ്മളിങ്ങനെ ഒരുപാട് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പലരും പലവിധ സാധ്യതകൾ ഞാൻ തന്നെ നെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കും അറിയാം ഇപ്പം ഞാൻ നേടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ഒന്നുമല്ല, എന്നെക്കാളും നന്നായിട്ട് വീഡിയോസ് ചെയ്ത് ആരോടും പറയാതെ അല്ലെങ്കിൽ പുറത്താരും അറിയാതെ, അപ്പം എൻ്റെ ചാനലിൽ എനിക്ക് ഒരു എന്തെങ്കിലും അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തരുന്നത് കൊണ്ട് ഞാൻ കാണുന്നു. പക്ഷെ അത് നിങ്ങളുമായിട്ട് അവരുടെ ആ ഒരു കണ്ടന്റ് ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു പോളിസിക്കെതിരല്ലേ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് 56 ലക്ഷത്തിൻ്റെ, കാരണം അവരുടെ ഐഡന്റിറ്റി ഒഴിവാക്കിയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ കാണാൻ എനിക്ക് എന്താ പറയുക ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, എന്നെക്കാളും നല്ല ഒരുപാട് ക്രിയേറ്റേഴ്സ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന അവരുടെ ആ ഒരു അങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടത് കൊണ്ടാണ് ഇത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാത്തത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് നല്ല രീതിയിൽ വരുമാനം നേടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും, ഇതൊന്നും തള്ളല്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വീഡിയോസുകൾ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെയൊക്കെ ചാനൽ റീച്ച് ആകും, മോണിറ്റൈസേഷൻ ആകും, പേയ്മെൻറ്റ് കിട്ടും. യൂട്യൂബിന് അങ്ങനെ വലിയവർ ചെറിയവർ അങ്ങനെയൊന്നുമില്ല. യൂട്യൂബിന് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. യൂട്യൂബ് എല്ലാവർക്കും ഒരേ ടൂളുകൾ ഒരേ സ്പേസാണ് നൽകുന്നത്. അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല, ഇതിലൊന്നും കാര്യമില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് പലരും വീഡിയോസ് ചെയ്യുന്നത്. ഒരു കുറച്ച് 10, 20, 30, 50, 100 വീഡിയോസ് ചെയ്യും, എങ്ങനെയെങ്കിലൊക്കെ ചെയ്തിട്ട് ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് മിക്ക ആളുകളും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ തോന്നലുകളൊക്കെ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളറിയാത്ത വേറൊരു ഈ ക്രിയേറ്റേഴ്സ്, ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ക്രിയേറ്റേഴ്സ് അപ്പുറത്തുണ്ട്. അവരൊക്കെ യൂട്യൂബിൽ വരുമാനം നേടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആകാൻ ശ്രമിക്കുക, നിങ്ങൾക്കൊക്കെ കഴിയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ കൂടുതൽ വിവരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.